പത്രോസ് പൗലോസ് ലിഹന്മാരുടെ ഓർമ്മ തിരുനാൾ. യേശു ജീവിച്ചിരിക്കുമ്പോൾ ഏറെ പരിഗണന നൽകിയ പത്രോസിൻ്റെയും മരണശേഷം തൻ്റെ അന്ത്യശാസനം ശിരസ്സ നിർവഹിച്ച പൗലോസിൻ്റെയും തിരുനാൾ ഇന്ന് സീറോ മലബാർ സഭ കൊണ്ടാടുന്നു. വിശുദ്ധ പത്രോസ് ലിഹ, നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനാണെന്നും 3 കൂടാരങ്ങൾ പണിയാമെന്നും യേശുവിനെ പിടിക്കാൻ വന്ന പടയാളിയുടെ ചെവി വാൾ കൊണ്ട് വെട്ടിയവനുമാണവൻ. വലിയ മീൻപിടുത്തം കണ്ടപ്പോൾ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞവൻ. നടുകടലിലൂടെ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ കടലിനു മീതെ നടന്നവൻ. പക്ഷേ ആത്മധൈര്യം കൈവിടിഞ്ഞപ്പോൾ മുങ്ങിത്താണവനുമാണവൻ. മനുഷ്യരെ പിടിക്കുന്നവനാകാൻ വിളിച്ചവൻ, ഏറെ വിധേയത്വമുണ്ടെന്ന് അഭിനയിച്ചവൻ. നിർണായക നിമിഷത്തിൽ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അവനെ കൊണ്ട് തന്നെ 3 പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയിക്കുന്നു. എന്നിട്ട് തൻ്റെ ആദ്യത്തെ മാർപ്പാപ്പയാക്കി അവനെ യേശു ഉയർത്തി. പന്തക്കുസ്ത ദിനം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ച് 3000 പേരെ മനസാന്തരപ്പെടുത്തുവാൻ ഉപകരണമാക്കി. ഒരിക്കലും ഇടരാത്ത വിശ്വാസ തീക്ഷ്ണതയുടെ അടയാളവുമായി AD 65 തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് രക്തസാക്ഷിത്വ മകുടം ചൂടി. പൗലോസ് ലിഹ, ഫരിസേയനും യഹൂദനും റോമ പൗരത്വമുള്ളവനും ഗ്രീക്ക് വിജ്ഞാനിയും യഹൂദ മതത്തിലെ തീക്ഷ്ണമതിയും അതിനാൽ ക്രിസ്തു വിരോധിയുമായിരുന്ന സാവൂളിനെ ഒരു കുതിരാനുഭവത്തിലൂടെ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനാക്കിയ കഥയാണ് പൗലോസ് ലിഹയുടെ ജീവചരിത്രം. ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം അറിയിക്കുവാൻ ശിഷ്യന്മാരോട് യേശു തന്നെ നേരിട്ട് പറഞ്ഞിട്ടും ജെറുസലേം വിട്ട് പുറത്തു പോകുവാൻ അവർ വിസമ്മതിച്ചു. യാത്ര അസൗകര്യം, ഭാഷാ തടസ്സം, ഭക്ഷണ വ്യതിയാനം, വിവിധ സംസ്കാരങ്ങൾ എന്നിവയൊക്കെ അന്നവർക്ക് വലിയ തടസ്സമായിരുന്നു. ലോകാതിർത്തി എന്നാൽ റോമ നഗരമാണെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കാലത്ത് 3 മിഷണറി യാത്രകളിലൂടെ ക്രിസ്തുമതം എങ്ങും പ്രചരിപ്പിച്ചവൻ. അന്നുകാലത്ത് അറിയപ്പെട്ടിരുന്ന എല്ലാ വിജാതീയ നാടുകളിലും ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ച് കപ്പലപകടം, കല്ലേറ് ഏറ്റുവാങ്ങി മരണമടഞ്ഞെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉപേക്ഷിച്ചു പോയതും സ്വന്തമെന്ന് കരുതിയവരുടെ കടുത്ത അവഗണന, ശത്രുത, നീണ്ട കാരാഗ്രഹവാസം എല്ലാം അനുഭവിച്ച് ആരുടെയും തുണയില്ലാതെ ക്രൂരമായി ശിരച്ഛേദം ചെയ്യപ്പെട്ട് യേശുവിൻ്റെ എക്കാലത്തെയും വലിയ രക്തസാക്ഷിയായി അവനും മാറി. ലൂക്കാ സുവിശേഷകനാൽ എഴുതപ്പെട്ട അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം ഈ 2 വിശുദ്ധരെയും ജീവചരിത്ര പുസ്തകങ്ങളാണ്. സൗഹൃദങ്ങളുടെ പേരിൽ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാത്ത, സുവിശേഷ മൂല്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിയ, വിട്ടുവീഴ്ചയില്ലാത്ത കാർക്കശ്യക്കാരനായ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളാണ് ഇന്നും കത്തോലിക്ക വിശ്വാസ അനുഷ്ഠാനത്തിൻ്റെ മാതൃകയും മാർഗനിർദ്ദേശവും.